എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 42 സങ്കീർത്തനം 11 വാക്യം. സങ്കീർത്തനം 42:11. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മാതാപിതാക്കളും സഹോദരരും സമ്പത്തും എല്ലാം ദൈവകോപത്തിനിരയായി നഷ്ടപ്പെട്ട ഇടത്തു നിന്നാണ് കോരഗ് പുത്രന്മാരുടെ കഥ ആരംഭിക്കുന്നത്. മോശയോട് മത്സരിച്ചതുകൊണ്ട് ഭൂമി വായ് പിളർന്ന് കോരഹിനെയും കൂട്ടരെയും എല്ലാം വിഴുങ്ങിക്കളഞ്ഞു. ആ വലിയ സമൂഹത്തിന് ഒരടയാളമായി കോരഹിൻ്റെ പുത്രന്മാർ മാത്രം ശേഷിച്ചു. യഹോവയോട് മത്സരിച്ചാൽ ഇതാണ് അനുഭവമെന്ന് അവരെ കാണുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി. സമാഗമന കൂടാരത്തിൽ അവരുടെ ചുമതല വാതിൽ കാവൽക്കാരുടേതായിരുന്നു. വാതിൽ കാവൽക്കാരുടെ ചുമതല വലുതാണെങ്കിലും അകത്ത് നടക്കുന്ന ആരാധനയിലും സന്തോഷ പ്രകടനങ്ങളിലുമൊന്നും അവർക്ക് ഒരു പങ്കുമില്ല. വല്ലപ്പോഴും ലഭിക്കുന്ന ഇടവേളകളിലാകാം അവർ ആലയത്തിലെ സന്തോഷത്തിലും ആരാധനയിലും പങ്കുചേരുന്നത്. എന്നിട്ടും അവർ പാടുന്ന പാട്ടുകൾ അവരുടെ ആത്മാവിൻ്റെ സന്തോഷം പ്രകടമാക്കുന്ന മനോഹര ഗീതങ്ങളാണ്. അവരുടെ ആത്മാവ് വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്ന അനുഭവം അവർക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ വേണം കരുതാൻ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കടുത്ത ഡിപ്രഷന് അവർ പലപ്പോഴും അടിമപ്പെട്ടിരുന്നു. ആ സമയത്തൊക്കെ അവരതിനുള്ള മരുന്നും കണ്ടുപിടിച്ചു. അവർ തങ്ങളോട് തന്നെ പറയുന്നത്, അവിടുന്ന് എൻ്റെ മുഖപ്രകാശക രക്ഷ, എൻ്റെ ദൈവം എന്നിങ്ങനെ ഞാൻ ഇനിയും അവിടുത്തെ സ്തുതിക്കും. അവരെ ധൈര്യപ്പെടുത്താനോ ആശ്വസിപ്പിക്കാനോ ഒരുത്തരുമില്ലായിരുന്നു. എങ്കിലും ഈ മനോഭാവം അവർ വളർത്തിയെടുത്തു. വിഷാദത്തിന് മറുമരുന്ന് സ്തുതി മാത്രമാണ്. അവരുടെ സങ്കീർത്തനങ്ങളിലെ അനുഗ്രഹിക്കപ്പെട്ട ഉൾക്കാഴ്ച നമ്മൾ നോക്കുമ്പോൾ 43 സങ്കീർത്തനം 4 വാക്യത്തിൽ എൻ്റെ പരമാനന്ദമായ ദൈവം, തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശ രക്ഷയും കൊണ്ടത്രേ. 45 സങ്കീർത്തനത്തിൽ എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിനുള്ളത് എന്ന് ഞാൻ പറയുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു. 46 സങ്കീർത്തനം 1 വാക്യത്തിൽ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. 47 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യത്തിൽ കോരഹപുത്രന്മാർ പറയുന്നു, ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. അങ്ങനെ കോരഹപുത്രന്മാരുടെ സങ്കീർത്തനങ്ങളിലെല്ലാം വ്യത്യസ്തമായ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആസ്വാദനങ്ങളാണ് കാണുന്നത്. 48 സങ്കീർത്തനം 2 വാക്യം നോക്കുമ്പോൾ, മഹാരാജാവിൻ്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു. 84 സങ്കീർത്തനം, സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. പ്രോത്സാഹിപ്പിക്കാനും അംഗീകരിക്കാനും ആരുമില്ലെങ്കിലും അവർ തങ്ങളോട് തന്നെ പറയുന്ന കാര്യങ്ങൾ എത്ര മഹത്തരമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവർ കോറിയിട്ട വാക്കുകൾ വായനക്കാർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഗീതങ്ങളാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ചിലരുടെ പിൽക്കാല തലമുറ ദൈവസന്നിധിയിൽ തങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇത് മാത്രമാണ്
ശരണം. ദൈവസന്നിധി മാത്രമാണ് ജീവിതത്തിൻ്റെ താളവും ലയവും നമുക്ക് നൽകുന്നത് എന്ന് അവരുടെ കീർത്തനങ്ങളിലൂടെ ആലപിക്കപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തലമുറകളുടെ സന്തോഷത്തിൽ, അനുഗ്രഹത്തിൽ, ദൈവനാമ മഹത്വത്തിനായി ദൈവിക സന്നിധിയിൽ നമ്മളെ വിധേയപ്പെടുത്തുമ്പോൾ അത് നമുക്കും നമ്മളെ കേൾക്കുന്നവർക്കും ആനന്ദത്തിനും പ്രത്യാശയ്ക്കും ഇടയാകും എന്നതിൽ സംശയമില്ല. ദൈവാനുഭവങ്ങളാണ് കോരകപുത്രന്മാർ കോറിയിട്ടതെല്ലാം. അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ ഒരു കാലത്ത് സംഭവിച്ചു പോയ വീഴ്ചയെക്കുറിച്ചുള്ള അനുതാപങ്ങൾ അവരുടെ വാക്കുകൾ ഉയരുന്നുണ്ടാവാം. എങ്ങനെയുമാകട്ടെ, ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് ധ്യാനത്തിലാകുമ്പോൾ ദൈവം അങ്ങനെയുള്ളവർക്ക് നൽകുന്ന വെളിപ്പാടുകളുടെ, ദർശനങ്ങളുടെ, ഭാവനങ്ങളുടെ വാക്കുകളാണ് കോരകപുത്രന്മാരുടെ രചന. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവാനുഭവങ്ങളെ രചിക്കാൻ ഇടയാകട്ടെ. മറ്റുള്ളവർക്കത് ആസ്വാദനമാകട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിവസത്തിൻ്റെ നന്മകൾക്കായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം ജീവിപ്പാനുള്ള ബലവും കൃപയുമൊക്കെ അടിയങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനുമുള്ള കൃപ നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണയുടെ നിഴലിൽ കർത്താവ് കാത്തുകൊള്ളണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടും നമ്മുടെ ആവശ്യങ്ങളോടും പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.